Good morning, ladies and gentlemen. I am back in my favorite setup, my നാട്ടിലെ സെറ്റപ്പ്. ആദ്യം തന്നെ ഈ വീഡിയോ കാണുന്നവർ ഒന്ന് ലൈക്ക് അടിക്കുക. ലൈക്ക് അടിച്ചാൽ മാത്രമേ ഇനി അങ്ങോട്ട് കാര്യങ്ങൾ നടക്കത്തുള്ളൂ. ലൈക്കോ കമൻറ്റോ എന്തെങ്കിലും ചെയ്യണം. ഇൻട്രാക്ഷൻ ഇല്ലാതെ കാര്യം നടക്കില്ല. വരുന്നിടത്താണ് പറയുന്നത്. നിങ്ങൾ കാണുന്നവർ ഒരുപാട് പേര് വന്ന് കാണാറുണ്ട്. ആ വരുന്ന് കാണുന്നവരൊന്ന് ലൈക്കോ ഡിസ്ലൈക്കോ എന്തെങ്കിലുമൊക്കെ അടിയടേ. പ്ലീസ് ലൈക്ക് അടിക്കണം കേട്ടോ. ഡിസ്ലൈക്ക് അടിച്ചില്ലെങ്കിലും ലൈക്ക് അടിക്കുക. അതിനുശേഷം വീഡിയോ കാണുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഐക്യു Z11 പറ്റി സംസാരിക്കാൻ പോവുകയാണ്. നിങ്ങളൊരു അണ്ടർ 40,000 ഒരു നല്ലൊരു പ്രൊഡക്ടിവിറ്റി ഫോർ, അതായത് നിങ്ങളൊരു കോളേജ് സ്റ്റുഡൻ്റാണ്, നിങ്ങൾക്കൊരു ആദ്യത്തെ ഫോൺ വേണം വിച്ച് ക്യാൻ ഹെൽപ്പ് യു ഇൻ യുവർ പഠിത്തം ആൻഡ് എൻ്റർടൈൻമെൻറ്റ് ആൻഡ് അതർ ഫാക്ടേഴ്സ്. ദിസ് ഇസ് എ ഗുഡ് ഫോൺ. Now let's get into the video. Good morning, ladies and gentlemen. Welcome to your favorite ഐക്യു Z11 പറ്റി സംസാരിക്കാനാണ്. ദിസ് ഇസ് ഐക്യു Z11. എൻ്റെ കയ്യിലിരിക്കുന്നത് പച്ച കളർ. ഈ കളറിൻ്റെ പേര് അറോറ ഗ്രീൻ എന്നാണ്. ഇതിൻ്റെ സെലസ്റ്റിയൽ ബ്ലൂ എന്ന് പറഞ്ഞൊരു വേറൊരു കളറും കൂടെ വരുന്നുണ്ട്. ഇത് രണ്ട് കളറിലാണ് ഈ ഒരു ഫോൺ വരാൻ പോകുന്നത്. പെട്ടിയിനകത്ത് നിങ്ങൾക്ക് ഒരു ചാർജിങ് കേബിള്, 44 വാട്ടിൻ്റെ ചാർജറും മാത്രമേ ഈ പ്രാവശ്യമുള്ളൂ. യൂഷ്വലി നമ്മൾ 90 വാട്ടിൻ്റെ ചാർജറാണ് ഇവർ തന്നുകൊണ്ടിരുന്നത്. ബട്ട് ടഫ് ടൈംസ് അതുകൊണ്ട് 44 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടേ ഉള്ളൂ. നമുക്കൊരു ട്രാൻസ്പാരൻറ്റ് കേസും പെട്ടിയിനകത്ത് വരുന്നുണ്ട്. ഡിസൈനെ പറ്റി സംസാരിക്കാനാണെങ്കിൽ വെറും 199 grams ആണ് വരുന്നത്. വിത്ത് ഇൻ 7.9 millimeter തിക്നെസ്, വെരി സ്ലിം ആയിട്ടുള്ള ബോഡി, വെരി സോളിഡ് ബിൽഡ്. പക്ഷേ നമുക്ക് ഇവിടുത്തെ ക്യാമറ അറേ കാണുന്ന പോലെ ഇതൊരു പ്രീമിയം പരിപാടിയാണ് കേട്ടോ അവർ പിടിച്ചിരിക്കുന്നത്. ഇറ്റ്സ് ആക്ച്വലി എ മെറ്റാലിക് ബ്ലോക്ക് കേട്ടോ. പ്രീമിയർ സ്കൈലൈൻ മോഡ്യൂൾ അങ്ങനെയാണ് അവർ ഇതിനെ പിടിക്കുന്നത്. ഇതൊരു മെറ്റാലിക് ബ്ലോക്കാണ് ഇവിടെ വരുന്നത്. ഇറ്റ്സ് ആക്ച്വലി വെരി നൈസ്. ദ ബിൽഡ് ക്വാളിറ്റി ലുക്സ് ഫെൻടാബുലസ്. എന്താണെങ്കിലും ഇവിടെ ഒരു പവർ ബട്ടൺ, നമുക്ക് 2 വോളിയം വരുന്നുണ്ട്, സ്പീക്കേഴ്സ് വരുന്നുണ്ട്. സ്റ്റീരിയോ സ്പീക്കറാണ്. USB സ്റ്റാൻഡേർഡ് 2.0, ഒരു ഡ്യുവൽ നാനോ സിം ഇടാനുള്ളൊരു സ്ലിം ഇജക്റ്റിംഗ് ട്യൂളും വരുന്നുണ്ട്. പിന്നെ IP68 and 69 വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻറ്റും ഈ ഒരു ഡിസൈനിൽ കൊടുത്തിട്ടുണ്ട്. ഡിസ്പ്ലേ പറ്റി പറയാനാണെങ്കിൽ 6.83 ഇഞ്ചസിൻ്റെ കേർവ്ഡ് ആമോലെഡ് പാനലാണ് വരുന്നത്. ഇതിനെ 3D കേർവ്ഡ് എന്നാണ് പറയുന്നത്. നമ്മുടെ സൈഡിലോട്ട് ഇങ്ങനെ വാട്ടർഫോൾ ആയിട്ട് പോകുന്ന ആ ഒരു ഡിസ്പ്ലേ. നമുക്കൊരു ഒപ്റ്റിക്കൽ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ വരുന്നുണ്ട്. വി ആർ ഗെറ്റിംഗ് 1.5K റെസൊല്യൂഷൻ, 449 PPR പിക്സൽ പെർ ഇഞ്ച്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സോളിഡ് ആയിട്ടുള്ള നമുക്ക് റീഡ് ആൻഡ് എവറിത്തിങ് ലൈക്ക് ലിറ്ററലി എനി കൈൻഡ് ഓഫ് മൾട്ടിമീഡിയ നിങ്ങൾ ഇട്ടാലും സൂപ്പറാണ്. HDR10+ സപ്പോർട്ട് വരുന്നുണ്ട്. നെറ്റ്ഫ്ലിക്സിലും പ്രൈമിലും HDRൻ്റെ സപ്പോർട്ടും വരുന്നുണ്ട്. പീക്ക് ബ്രൈറ്റ്നസിനെയും കാട്ടിലും പറയേണ്ടത് ഇതിൻ്റെ 2000 nitsൻ്റെ ഹൈ ബ്രൈറ്റ്നസ് മോഡ്, അതായത് നമ്മൾ വെയിലത്തൊക്കെ വന്നിങ്ങനെ ഡയറക്റ്റ് ഇത് ഹിറ്റ് ചെയ്യുന്ന സമയത്ത് കൂടുന്ന ഒരു അതാണ് നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത്. പീക്ക് ബ്രൈറ്റ്നസ് എന്ന് പറഞ്ഞാൽ ഒരു പോയിന്റിൽ മറ്റേ HDR വീഡിയോയിൽ ഒരു വലിയ ബ്രൈറ്റ് ആവുന്നതാണ്. മറ്റൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രൂ ഔട്ട് നമ്മളൊരു ഡയറക്റ്റ് സൺലൈറ്റ് വീഴുന്ന സമയത്തൊക്കെ നല്ല രീതിയിൽ തന്നെ ബ്രൈറ്റ്നസ് ആവുന്നുണ്ട്. 2000 nitsൻ്റെ ബ്രൈറ്റ്നസ് നമുക്ക് ഐക്യു തരുന്നുണ്ട് വിത്ത് 144 Hz റിഫ്രഷ് റേറ്റ്. സോ അതാണ് എനിക്ക് ഡിസ്പ്ലേ പറ്റി പറയാനുള്ളത്. മറ്റേ സാധനങ്ങളൊക്കെ ഉണ്ട്, മറ്റേ ബ്ലൂ ലൈറ്റ് കട്ട് ചെയ്യുന്ന സാധനം ആയിക്കോട്ടെ, ആൻറ്റി ഫ്ലിക്കറിങ് പോലത്തെ സാധനങ്ങൾ. നിങ്ങളുടെ ഐ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള സെപ്പറേറ്റ് സെക്ഷൻ തന്നെ ഇവിടെ ഉണ്ട്, നിങ്ങൾക്കത് നോക്കാം. ബട്ട് ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾക്കിപ്പോൾ യൂട്യൂബ് കാണാനാണെങ്കിലും എന്ത് സുനാങ്കിൾ ചെയ്യാനാണെങ്കിലും സുഖമായിട്ട് തന്നെ ഇതിൽ യൂസ് ചെയ്യാൻ പറ്റും. വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ ഇട്ട് തരാം. നമുക്ക് സ്റ്റീരിയോ സ്പീക്കറിൻ്റെ 200% വോളിയാണ് ഇത്. ഇതാണ് 100%. ഇത് 200. നല്ല സൗണ്ടാണ്, നല്ല ജില്ല് സ്റ്റീരിയോ സ്പീക്കർ. പെർഫോമൻസിനെ പറ്റി പറയാനാണെങ്കിൽ ഇന്ത്യയിലെ ആദ്യത്തെ ഫോണാണ് വിത്ത് MediaTek Dimensity 7500, 1.1 million, ഓൾമോസ്റ്റ് 1.1 million AnTuTu സ്കോറൊക്കെ കിട്ടുന്നുണ്ട്. 4 nanometer പ്രോസസ്സിംഗ് ആണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. LPDDR4Xൻ്റെ റാമും UFS സ്റ്റോറേജ് 3.1 ആണ്. UFS സ്റ്റോറേജ് 2.2 അല്ല, 3.1. They have given you one of the ബെസ്റ്റ് സ്റ്റോറേജ് ടൈപ്പ് എന്ന് ഞാനിവിടെ എടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നു. 2.6 GHz മെയിൻ ആയിട്ടുള്ള കോർ ക്ലോക്ക് ചെയ്തിരിക്കുന്നത്. ലൈക്ക് ഐ സെഡ്, ഇറ്റ് ഈസ് ആക്ച്വലി വെരി സ്മൂത്ത്, വെരി സ്നാപ്പി. 7400 വരെയൊക്കെ ചിപ്സെറ്റ് അറിയാവുന്നവർക്ക് തന്നെ യു ക്യാൻ ഗെയിം, ബട്ട് ദിസ് ഇസ് നോട്ട് എ ഗെയിമിംഗ് സെൻട്രിക് ആയിട്ടുള്ള ഒരു ഫോണല്ല, ബട്ട് യു ക്യാൻ പ്ലേ റിയലി നൈസ് ഗെയിംസ് ഇൻ ഇറ്റ്. അത് മാത്രമല്ല, ആദ്യമായിട്ടാണ് ഈ Z സീരീസിൽ അവർ വേപ്പർ കൂളിംഗ് ചേമ്പർ ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത്. ഓൾമോസ്റ്റ് ഒരു 10 ഇൻ്റലിജൻറ്റ്
ടെമ്പറേച്ചർ സെൻസേഴ്സ് ഒക്കെ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സോ ദാറ്റ് യുവർ ഫോൺ ഫീൽസ് കൂൾ ഡൗൺ while you are playing and when you are doing some എന്താ പറയുക ഹെവി ടാസ്ക്. ഓൾസോ ഈ ചിപ്സെറ്റിൻ്റെ അകത്ത് അവരുടെ 8th Gen NPUs ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. സോ ദ AI പ്രോസസ്സിംഗ് വിൽ ബി സ്മൂത്ത് ആൻഡ് സ്നാപ്പി. AI പറ്റി പറയാനാണെങ്കിൽ ഒരുപാട് സാധനങ്ങൾ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ AI ക്യാപ്ഷൻ എന്ന് പറയുന്ന സാധനം എന്താ ഇവിടെ ഉള്ള AI ക്യാപ്ഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇതിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പം നമ്മൾ സംസാരിക്കുന്ന ഇപ്പം ഇപ്പോൾ ഒരാൾ വേറൊരു ലാംഗ്വേജ് സംസാരിക്കുന്നു അതൊക്കെ ഓട്ടോ ഡിറ്റക്ട് ചെയ്തിട്ട് ആ ഒരു ട്രാൻസ്ലേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കിട്ടുന്നതാണ്. സോ ദാറ്റ് ഈസ് ആക്ച്വലി ദെയർ ഇൻ ദിസ് പെർട്ടിക്കുലർ ഡിവൈസ്. നിങ്ങൾക്ക് അതല്ലാത്ത പക്ഷേ നിങ്ങൾക്ക് സെറ്റിങ്സിൽ കയറിയിട്ട് നേരെ ഷോർട്ട് കട്ട് ആൻഡ് ആക്സസിബിലിറ്റി പോയി കഴിഞ്ഞാൽ AI ക്യാപ്ഷൻസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് ഓണാക്കി ഇടാവുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് ഓണാക്കി ഇടുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി മീറ്റിംഗ്സിലൊക്കെ ഇരിക്കുന്ന സമയത്ത് ഇറ്റ് വിൽ റെക്കോർഡ് ദ സ്റ്റഫ് ആൻഡ് സ്റ്റഫ് ലൈക്ക് ദാറ്റ്. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ഈ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് തട്ടിക്കഴിഞ്ഞാൽ അതുകൊണ്ട് ഇവിടെയും നിങ്ങൾക്ക് AI ക്യാപ്ഷൻ സ്ക്രീൻ ട്രാൻസ്ലേഷൻ തുടങ്ങിയ AI പരിപാടികളും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അത് മാത്രമല്ല ഈ പറയുന്ന നോട്ട്സിൽ ഒരുപാട് AI ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ഇതൊക്കെ ഞാൻ എന്തുകൊണ്ട് പറയുന്നത് പറഞ്ഞാൽ കോളേജ് പിള്ളേർക്കൊക്കെ വേണ്ടി ചിലപ്പോൾ ഇതൊക്കെ യൂസ്ഫുൾ ആയിട്ട് വരുന്ന സാധനങ്ങളാണ്. നമ്മളിപ്പം ഈ ഒരു സാധനത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ അവരെ നോട്ട്സ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു AI ബട്ടൺ ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് സമ്മറൈസിങ് വരുന്നുണ്ട്, പോളിഷിങ് വരുന്നുണ്ട്, എക്സ്റ്റെൻഡ്, റിവൈസ് ഗ്രാമർ, പല രീതിയിലുള്ള ഇതേപോലത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് നോട്ട്സ് ആപ്പിൽ വരുന്നുണ്ട്. സോ ദാറ്റ് ഇറ്റ് വിൽ ബി വെരി യൂസ്ഫുൾ ഫോർ കോളേജ് സ്റ്റുഡൻസ് ആൻഡ് സ്കൂൾ പിള്ളേർ ഫോർ ഡൂയിങ് പ്രൊഡക്ടിവിറ്റി സ്റ്റഫ്. അതേപോലെ റെക്കോർഡറിൻ്റെ അകത്തും AI പരിപാടികൾ വരുന്നുണ്ട്. ഇതേപോലത്തെ നമ്മളുടെ വീഡിയോസ് അപ്പം നമ്മളിപ്പോൾ ഒരു ലെക്ചർ അറ്റൻഡ് ചെയ്യാണ് വിത്ത് റിഗാർഡിങ് ടു iQOO Z11 റെക്കോർഡ് നിൽക്കിയതിന് ശേഷം തന്നെ ഇതോട്ട് പോവുക. എന്നിട്ട് നല്ല ഇവിടെ ക്രിഞ്ച് ഇവിടെ തന്നെ ട്രാൻസ്ക്രൈബ് ഇത് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ എന്താണ് അതിൽ പറഞ്ഞതെന്ന് നിങ്ങൾക്ക് ടെക്സ്റ്റ് ആയിട്ട് വരും. അതേപോലെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ സാധനത്തിന് സമ്മറൈസ് ചെയ്യാനുള്ള ഓപ്ഷൻസും ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇതേപോലത്തെ AI പരിപാടികൾ നിങ്ങൾക്ക് ഫാസ്റ്റ് ആൻഡ് സ്നാപ്പി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ അവർ 8th Generation ഓഫ് NPU ആണ് യൂസ് ചെയ്തത്. ദിസ് വിൽ ബി മോർ ഫാസ്റ്റർ. ദാറ്റ്സ് വാട്ട് ഐ എം സെയിങ്. ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടാണ് സമ്മറൈസിംഗ് ഒക്കെ ഒന്ന് പടപടപടയെന്നാണ് ചെയ്തത്. സോ ഇത് എന്തുകൊണ്ടാണ് ഇത് എംഫസൈസ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അറിയാത്ത കുറച്ച് പിള്ളേരുണ്ട്. അവർക്ക് ഇത് അറിയുമ്പോൾ നമ്മൾ കൊടുക്കണമല്ലോ, നമുക്ക് പറയണത് നമ്മൾ പറഞ്ഞു കൊടുക്കണമല്ലേ, അത് ചെയ്ത് കൊടുക്കണമെന്നേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. ഇതിൻ്റെ അകത്ത് 7050 mAh ബാറ്ററിയാണ് വരുന്നത്. അതിൽ 44 വാട്ടിൻ്റെ ചാർജറേ ഉള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. ഇത് മാത്രമല്ല 5 വർഷത്തെ ബാറ്ററി ഹെൽത്തും അവർ തരുന്നുണ്ട്. അത് iQOOൻ്റെ അടുത്ത് പോയി കുത്തിന് പിടിച്ചാൽ അല്ലെങ്കിൽ വരികയാണെങ്കിൽ പ്രശ്നം വരികയാണെങ്കിൽ. ഓക്കെ, ക്യാമറയെ പറ്റി പറയാനാണെങ്കിൽ നമുക്ക് ബാക്ക് ക്യാമറയെ പറ്റി ആദ്യം പറയാം. 8 മെഗാ അൾട്രാ വൈഡും 50 മെഗാ പിക്സലിൻ്റെ IMX882 ആണെന്ന് തോന്നുന്നു ഇരിക്കുന്നത്. വിത്ത് സപ്പോർട്ട് OIS ആൻഡ് EIS ആൻഡ് അതിൽ നിങ്ങൾക്ക് വീഡിയോ റെക്കോർഡിംഗ് 4K 30 FPS വരെ സപ്പോർട്ട് വരും ആ മെയിൻ ക്യാമറയിൽ കേട്ടോ. അല്ലാത്ത വശം ഫ്രണ്ടിനെ പറ്റി പറയാനാണെങ്കിൽ ഫ്രണ്ട് ക്യാമറ 32 മെഗാ പിക്സലിൻ്റെ ക്യാമറയാണ് വരുന്നത്. അവിടെയും നിങ്ങൾക്ക് 4K 30 FPSൻ്റെ വീഡിയോ റെക്കോർഡിംഗ് പറ്റുന്നുണ്ട്. യു ക്യാൻ ടേക്ക് സം റിയലി ഗുഡ് സെൽഫീസ് വിത്ത് ക്യാമറ ബിക്കോസ് ഓഫ് ദി വിവോൻ്റെ അൽഗോരിതമാണ് iQOO ഫോളോ ചെയ്യുന്നത്. സോ ടേക്കിംഗ് പിക്ചേഴ്സ് വിൽ ലുക്ക് ലൈക്ക് സംതിങ് ലൈക്ക് ദിസ്. നിങ്ങളിപ്പോൾ കാണുന്നത് iQOO Z11ൻ്റെ ഫ്രണ്ട് ക്യാമറ വെച്ചിട്ടുള്ള വീഡിയോ ആണ്. ഇത് 4K 30 FPSലാണ് പോകുന്നത്. ജില്ലങ്ങടി ജില്ലയല്ലേ, കൊള്ളാം, നൈസ. സോ ഇതാണ് എൻ്റെ പരിപാടി. നിന്നിപ്പോൾ ബാക്ക് ക്യാമറയിലോട്ട് ചാടാനുള്ള പരിപാടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അത് 4K 30 FPSൽ സപ്പോർട്ട് ചെയ്യില്ല. പക്ഷേ നിങ്ങൾ 1080pയിലാണെങ്കിൽ നിന്നിപ്പോൾ ബാക്ക് ക്യാമറയും ഫ്രണ്ട് ക്യാമറ ആ സ്വിച്ച് ചെയ്യണ പരിപാടി ഉണ്ടല്ലോ, അതുകൊണ്ട് പിന്നെ ഈ ഫ്രണ്ട് ക്യാമറ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫോട്ടോ എടുക്കുന്ന കലാപരിപാടി വരുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഓപ്ഷൻസ് സൈഡിൽ എടുത്തിട്ടുണ്ട്. അന്ന് പറഞ്ഞതേ ഉള്ളൂ. ബാക്ക് ക്യാമറ വെച്ചിട്ട് 4K 30 FPSൻ്റെ വീഡിയോ സപ്പോർട്ട് വരുന്നുണ്ട്. നിങ്ങൾ ബാക്ക് ക്യാമറ വെച്ചാണ് നിങ്ങൾ വീഡിയോ എടുക്കാൻ ശ്രമിക്കുന്നെങ്കിൽ ഈ ഒരു ലെവൽ ഓഫ് വീഡിയോസാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ഫ്രണ്ടിൽ നിന്നാണ് ലൈറ്റെങ്കിൽ ഇങ്ങനെയായിരിക്കും. ഇതേപോലെയൊക്കെ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ ലൈറ്റ് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും നമ്മുടെ ഫേസ് കൺട്രോൾ ചെയ്യുന്നത്. സോ അൾട്രാ വൈഡ് 8 മെഗാ പിക്സൽ ആയതുകൊണ്ടും അതൊരു 4K സപ്പോർട്ട് ചെയ്യാത്തൊരു സെൻസർ ആയതുകൊണ്ടും നമുക്കതിൽ 4K വീഡിയോ എടുക്കാൻ പറ്റില്ല. പക്ഷേ there are 8 മെഗാ പിക്സൽ സെൻസേഴ്സ് വിച്ച് ക്യാൻ ടേക്ക് 4K വീഡിയോ എടുക്കും. പക്ഷേ ആ സാധനം ഇതിൻ്റെ അകത്തില്ല. ഓക്കെ, ഇത്രയും ഇതേപോലത്തെ നല്ല നല്ല ഫോട്ടോകൾ നിങ്ങൾക്ക് പോർട്രേറ്റ് ഷോട്ട്സ് എടുക്കാനാണെങ്കിലും അല്ലാത്ത ഷോട്ട്സ് എടുക്കാനാണെങ്കിലും യു ക്യാൻ യൂസ് ദിസ് ക്യാമറ വിച്ച് ഇസ് ആക്ച്വലി റിയലി ഗുഡ്
ഇനിമൈ വപ്പീനിയ ഓക്കെ. പിന്നെ ഈ മറ്റേ പോർട്രേറ്റ് ഷോട്ട്സ് ഒക്കെ എടുക്കാനായിട്ട് എന്തൊരു സ്വാണിയിൽ എന്തൊരു ഓറ ഗ്ലോ എന്ന് പറഞ്ഞിട്ട് ഓറ ലൈറ്റ് അങ്ങനെ എന്തൊരു സാധനമാണ് ഇവിടെ കൊടുത്തേക്കണം, ഫ്ലാഷ് ആയിട്ട്. ഈ ഫ്ലാഷ് വെച്ചിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇരുട്ടത്തൊക്കെ ഇപ്പോഴത്തെ ഒരുപാട് പേര് ഫ്ലാഷ് ഫോട്ടോഗ്രാഫിയിലോട്ട് മാറുന്നുണ്ട്. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈവൻ വലിയ വലിയ ഫോട്ടോഗ്രാഫേഴ്സ് വരെ ഫ്ലാഷ് ഇട്ടാണ് ഇപ്പോൾ ഫോട്ടോസ് എടുക്കുന്നത്. പിന്നെ മറ്റേ സെൽഫി ഉണ്ടല്ലോ, ബാക്ക് സെൽഫി എടുക്കാനും ഒക്കെ ഫ്ലാഷ് വെച്ചിട്ടുള്ള കലാപരിപാടി ഇതിൻ്റെ അകത്ത് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഒരു കിഡിലും ഫ്ലാഷും അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ഒറിജിനൽ OS ഔട്ട് ഓഫ് ദ ബോക്സ് ആണ് വരുന്നത്. നമുക്ക് 3 വർഷത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റും 5 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും കമ്പനി പ്രോമിസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ലൈക്ക് ഐ സെഡ്, ഇഫ് യു ആർ ലുക്കിംഗ് ഫോർ എ 40,000 അണ്ടറിൽ നല്ല ഒരു കിഡിലും ഫോൺ ഫോർ സ്റ്റുഡൻസ് ആൻഡ് കുട്ടികൾ, ഫോർ ടേക്കിംഗ് ഗുഡ് പിക്ചേഴ്സ്, റിയലി ഗുഡ് ബാറ്ററി ലൈഫ്, റിയലി അമേസിങ് ഡിസ്പ്ലേ, എസ്പെഷ്യലി വലിയ താടിയും മുടിയൊന്നും ഇല്ല, ഗ്രീസോ അതൊന്നും ഇല്ല. നമുക്ക് നല്ലൊരു സ്റ്റോറേജ് ടൈപ്പ് തരുന്നുണ്ട്. കുറച്ചും കൂടെ ഫാസ്റ്റർ പ്രോസസ്സിങ് ഓഫ് ദ പിക്ചർ ആയിക്കോട്ടെ, പരിപാടികളായിക്കോട്ടെ, അതെല്ലാം എല്ലായിട്ട് നടക്കും. AI പരിപാടി ചെയ്യാനും ഇത് സൂപ്പറാണ്. ചിപ്സെറ്റ് അടിപൊളിയാണ്. അത്യാവശ്യം ഗെയിമിംഗ് പരിപാടിക്ക് കൂളിംഗ് സിസ്റ്റം വരുന്നുണ്ട്. പിന്നെ ചവിട്ടിയുള്ള സ്ഥലങ്ങളാണ്. പിന്നെ NFC ഇല്ല, ഈ സിം വരുന്നില്ല. Wi-Fi 6 ആണ് വരുന്നത്. ആൻഡ് ബ്ലൂടൂത്ത് വെർഷൻ 5.4 ആണെന്ന് തോന്നുന്നു. ആൻഡ് അപ്പോൾ അണ്ടർ 40,000 ഒരു വെൽ ബാലൻസ്ഡ് ഫോൺ വിച്ച് ലുക്സ് റിയലി ഗുഡ്, വിച്ച് ഇസ് നോട്ട് ഹെവി ഫോർ 7000 mAh ബാറ്ററി പരിപാടി, അമേസിങ് ഡിസ്പ്ലേ, പെർഫോമൻസ്, AI പരിപാടികൾ. യു ക്യാൻ ഓപ്റ്റ് ഫോർ iQOO Z11 ഇൻ മൈ ഒപ്പീനിയൻ. ഓക്കെ, ഞാൻ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടേ, ഇനി മറ്റേത് വന്ന് പറയല്ലേ. നമ്മൾ ഉള്ളതുപോലെ പറയുന്ന ടീമാണ്. പിന്നെ ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥയിൽ റാമിൻ്റെ പ്രൈസ് അറിയാമല്ലോ, വേറെ ലെവലാണ്. അങ്ങനെ വെച്ച് നോക്കുമ്പോഴും ഇപ്പം കുറേ കൂറകൾ ഇറക്കുന്ന ഫോൺ, ഫോർ എക്സാമ്പിൾ ഈ അണ്ണനെയൊക്കെ വെച്ച് നോക്കുമ്പം എനിക്ക് ഈ അണ്ണൻ ഭയാനകമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിനാകെ പറയാനുള്ളതൊരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് മാത്രമാണ്. അല്ലാത്ത പക്ഷേ 35,000 ഇത് ജസ്റ്റിഫൈ പോലും ചെയ്യുന്നില്ലെന്ന് ഞാൻ എവിടെയും പറയും. 25,000 വരെ ഫോണേ ഉള്ളൂ അത്. അങ്ങനെയൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് എനിക്ക് ഈ ഫോൺ ഒത്തിരി ഇഷ്ടപ്പെട്ടു ഗൈസ്. ഐ ലൈക്ക് ഇറ്റ് വെരി മച്ച്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് പ്രിഫർ ചെയ്യാം. സബ് ടു യു. എൻഡ് ഓഫ് ദ ഡേ നിങ്ങൾക്ക് എടുക്കണോ വേണ്ടെന്നുള്ള നിങ്ങളുടെ തീരുമാനമാണ്. നമ്മുടെ ജോലി എന്ന് പറയുന്നത് ഇത് കൊള്ളാവോ ഇല്ലയോ എന്ന് പറയുന്നതാണ്. ഇൻ മൈ ഒപ്പീനിയൻ ഇറ്റ്സ് എ ഗുഡ് ഫോൺ. പിന്നെ അറിയാമല്ലോ, ഇനി അങ്ങോട്ട് പ്രൈസ് കൂടത്തേ ഉള്ളൂ. എനിക്ക് അറിഞ്ഞൂടടാ ഞാൻ എന്തോന്ന് പറയാനിട, അല്ലാതെ ഞാൻ എന്തോ പറയാൻ. ഞാനും ഹെൽപ്ലെസ് ആണ്, ബ്രാൻഡ് ഹെൽപ്ലെസ് ആണ്, ഞാൻ ഹെൽപ്ലെസ്. അൺടിൽ ഓർ അൺലെസ് ഈ തിന്നണവന്മാരുണ്ടല്ലോ, അവന്മാർ നിർത്തിയാലേ എന്തെങ്കിലുമൊക്കെ ഉള്ളൂ ഇവിടെ എന്നാണ് എനിക്കിവിടെ പറയാനുള്ളത്. iQOO Z11 പറ്റി. ഇറ്റ്സ് എ റിയലി ഗുഡ് ഫോൺ, ഇറ്റ്സ് എ റിയലി നൈസ് ഫോൺ. എന്തെങ്കിലും മിസ് ഔട്ട് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമന്റ് ബോക്സിൽ ചോദിക്കാം. ഐ ക്യാൻ ക്ലിയർ ദ ഡൗട്ട്സ് ഫോർ യു എന്ന് പറഞ്ഞിട്ട് ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.